എല്ലാം വീണുപോയി. പാട്ടുകാരും കോസിലായി, ഉപദേശിമാരും കോസിലായി. അതിപ്പോൾ കറക്റ്റാണ്. ബൈബിളിലൊരു വാക്യമുണ്ട്, വീരന്മാർ പട്ടുപോയത് എങ്ങനെ, സ്വോത്രം. എന്നെല്ലാം കോസ, പയർ പയർ പയർ, സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് കീബോർഡും അങ്ങ് വെച്ചുകൊണ്ടിരിക്കുക, സ്വോത്രം. ഇതിൻ്റെ ഐ സി അടിച്ചു പോകുന്നില്ലോ എന്ന് എനിക്കറിയത്തില്ല, സ്വോത്രം. എന്നെപ്പോലുള്ള പ്രസംഗിയർ വന്നാൽ 2 മണിക്കൂർ കീബോർഡുകാർക്ക് ഇരുന്ന് കട്ടൻ ചായ എങ്കിലും കുടിക്കാം. ഈ പയറിന് പോയി കഴിഞ്ഞാൽ പെരപ്പുറത്ത് കോഴി മുട്ടയിടുന്ന പോലെ കീബോർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വോത്രം. എന്നെങ്കിലും അവൻ്റെ പയറ് വരത്തുള്ളൂ, സ്വോത്രം. അപ്പോഴേ അറിയാം. സഹോദരിമാരെയൊക്കെ എത്ര കാശ് കൊണ്ടുപോയെന്നറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച അമ്പൂരി ലൈവ് പോയാലും കുഴപ്പമില്ല. അമ്പൂരി കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി എന്നോട് പറയാം, പയറുകാരെ എൻ്റെ 20 സെൻറ്റ് പുരാണത്തിൻ്റെ പ്രമാണം കൊണ്ടുപോയെന്ന്. ഞാൻ ഇനി കോട്ടയത്ത് ഞാൻ പറഞ്ഞു, ഇനി പിന്നെ കാണാമെന്ന്, സ്വോത്രം. കാന്തൻ്റെ വരവ്, സ്വോത്രം. അവസാനമായിട്ട് ഞാൻ പറയുക, കാരക്കോണം, തോലടി, കുന്നത്തുകാൽ, ഈ പയറിനകത്ത് നിങ്ങൾ പോയാൽ നിത്യതയും കാണത്തില്ല, കയ്യിലെ കാശും പോവും. യോഗം വെക്കാൻ ഉപദേശിയെ കിട്ടിയില്ലയോ? ഞങ്ങളോട് പറ, വടക്കേന്ത്യയത് നല്ല വേല ചെയ്യുന്ന ദൈവദാസന്മാരെ കൊണ്ടുതരാം. വലിയ വെളിപ്പാട് പറയണ്ട. അവിടുത്തെ സംഭവ സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾ കസേരയിരുന്ന് കരഞ്ഞിട്ട് എഴുന്നേറ്റ് പോകും, സ്വോത്രം. അല്ല, പയർ പയർ പയർ, 2 പയർ 1 പവർ പയർ. എല്ലാത്തിനകത്ത് നിന്ന് പോസ്റ്ററിലും തീ കത്തിക്കൊണ്ടിരിക്കുക, സ്വോത്രം. എവിടെ നോക്കിയാലും, സ്വോത്രം. പണ്ടത്തെ സുവിശേഷ മഹായോഗം, അച്ചായ ഇവിടെ ഇരിക്കുന്നു, അമ്മമ്മ ഇവിടെ ഇരിക്കുന്നു, അമ്മച്ചായിരിക്കുന്നു. എന്താ? കൃപയാൽ ഇന്ന സ്ഥലത്ത് യോഗം നടക്കും, ദൈവമക്കൾ വരണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ പേരാ സുവിശേഷ മഹായോഗം. ഇന്ന് പയർ, ആത്മമാരി, മഹാമാരി, പേമാരി, മുഴങ്കാൽ, തട്ടിന്മേൽ, കോക്സ, ഡോക്സ, വിടുതൽ, മോക്ഷം. ഇനി ഞാൻ വന്നില്ലേലും വേണ്ടിയല്ല, സ്വോത്രം. ഇവിടെ നിന്ന് ഇത് യഥാർത്ഥ കോസല്ല, ഇത് വേറെ കോസാ, സ്വോത്രം. ഇതിനകത്ത് വീടരുത്, സ്വോത്രം. എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വോത്രം. എന്താ വെച്ചാൽ ഞാൻ ഒരു സംഘടനയുടെ പ്രസിഡൻ്റ് അല്ല, സെക്രട്ടറി അല്ല, കമ്മിറ്റി. എൻ്റെ സഭക്കാർ പോലും ഇവിടെ കൺവെൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ശാരവക്കാർ വിളിക്കത്തില്ല, സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്കും അത്ര ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർക്കൊക്കെ ഓരോ ചെറിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട്, അവർ വിളിക്കുകയല്ല, സ്വോത്രം. അവർ പോലും വിളിക്കത്തില്ല. എനിക്കതിലൊരു ഭാരവുമില്ല, സ്വോത്രം. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്തിനാ പാസ്റ്റർ അജയകുമാർ പാസ്റ്ററെ പേടിക്കുന്നത്? എനിക്ക് ബാങ്ക് ലോണില്ല, ഇന്നോവയില്ല, പിന്നെ എനിക്ക് കടഭാരമില്ല. വല്ലതും തന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഏതെങ്കിലും രോഗികളുണ്ട്, അവർക്ക് ഒരു ചായ കുടിക്കാൻ കൊടുക്കും, സന്തോഷം. പിന്നെ 2 ബിരുദം നേടിയിട്ടുണ്ട്, 7 ഭാഷ അറിയാം. ഇത്രയൊക്കെ പോരെ അച്ഛാ, സ്വോത്രം. ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുമ്പോൾ 500 രൂപ കിട്ടും. ഒരു വീട് ചിലവിന് 250, ബാക്കി 250 പോക്കറ്റ് ഇരിക്കും. എന്തിനാണ് സ്റ്റേജ്, സ്വോത്രം. എന്നിട്ട് വൈകിട്ട് വഴിവൊക്കെ യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. വണ്ടിയുണ്ട്, ആംപ്ലിഫയറുണ്ട്, എല്ലാം ഉണ്ട്. അവർക്കറിയാം എൻ്റെ കയ്യിലുണ്ടെന്ന്, സ്വോത്രം. പരസ്യവും പ്രസംഗിച്ചാലും യേശുവിനല്ലേ. അതുകൊണ്ട് ഇനിയെങ്കിലും പച്ചയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് വരോട് പറയുക. ഇന്നലെ രാത്രി അമ്പൂരി ഞാൻ പച്ചയ്ക്ക് അടിച്ചതാണ്, സ്വോത്രം. എന്നിട്ട് ആ വയറ്റിലേക്ക് പോയത് കേട്ടോ. ആന്ധ്രയിൽ പോയ മുളവ്, പഞ്ചാബിൽ പോയ ഗോതമ്പ്, തിരുവനന്തപുരത്ത് പോയ പയർ, കോട്ടയത്ത് പോയ വിടുതൽ, എറണാകുളത്ത് പോയ മരിച്ചവ ഉയർക്കുമെന്ന്, സ്വോത്രം. ഇനി അതും വിഷമിക്കേണ്ട, സ്വോത്രം. ഞങ്ങളുടെ ചാത്തന് 4 ചാനലുകാർ കാത്തിരിക്കുക, അജയകുമാർ പാസ്റ്റർ ഡെഡ് ബോഡി ഉയർക്കുന്ന കാണാനായിട്ട്, സ്വോത്രം. ഒരു കള്ളുകൂടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണേന്ന് ബാക്കിയുള്ളവർ ചങ്കത്ത് വെച്ച് നിലവിളിക്കുന്നു, സ്വോത്രം. അന്നേരം മരിച്ചവനെ ഉയർപ്പിക്കാൻ പോയി. ഈ കോസെല്ലാം പോയി. ആരാ? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തെ ചേർക്കാനാ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ദൈവസഭ എടുക്കപ്പെട്ടാൽ അടുത്തത് എന്താണെന്നറിയാമോ? ഇവിടെ ഒരു അന്തിമ യുദ്ധം നടക്കും. പല ഭാഗത്തും ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ തൊടുന്നില്ല. റഷ്യ ഉക്രൈൻ കഴിഞ്ഞ 2 വർഷവും 7 മാസവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇസ്രായേൽ 7 രാജ്യങ്ങളെ ആക്രമിച്ചു തുടങ്ങി. 1 ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 ഇറാൻ, 5 തുർക്കി, 6 അഫ്ഗാൻ, 7 യമൻ. ഇത്രയും രാജ്യങ്ങളെ അവൻ ആക്രമിക്കാൻ പോവുക. ഇതാ 3ാം ലോകമഹായുദ്ധം. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 4 ദിവസം വേണം അത് പ്രസംഗിക്കാൻ. അതെവിടെങ്കിലും വരുമ്പോൾ പ്രസംഗിക്കാം. അത് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ഭരിക്കണം. വരാൻ പോകുന്ന കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. ഇനി പടപടാ സയൻസിലേക്ക്. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ മക്കൾ വായിച്ച് സഹായിച്ചാട്ടെ. 10 കൊമ്പും 7 തലയും. 10 കൊമ്പ്. എല്ലാവരും കേട്ടോണം, ലൈവും ക്ലിയർ ആയിക്കോണം. ആരാ 10 കൊമ്പ്? വളരെ ക്ലിയർ ആക്കി തരാം. യൂറോപ്യൻ യൂണിയൻ ഇതാ കിടക്കുന്നു. 2001 യൂറോപ്പ് കൂടി 12 രാജ്യങ്ങൾ വോട്ടവകാശം. ബാക്കി 17 പേര് ചായ കുടിക്കാം. അതിൽ 12 രാജ്യങ്ങളുണ്ടായിരുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി. അതായി ബ്രിട്ടൻ. അതുകൊണ്ട് ആ കാരക്കോണത്തെ കുഞ്ഞുങ്ങൾ പണ്ട് ഗൾഫായിരുന്നു, അമേരിക്കയായിരുന്നു. എന്നാൽ കാരക്കോണത്തെ ചിന്നമാമ പറയുന്നത് കേട്ടില്ലയോ? എൻ്റെ മൂത്ത മോൻ UK, രണ്ടാമത്തെ മോൻ അയർലൻഡ്, ഭാര്യ ജർമ്മനി, കൊച്ചുമോള് ഇപ്പോൾ മാൾട്ടാ ദ്വീപിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ചിന്നമാമയും ഇപ്പോൾ ഒരു വേലക്കാരിയുണ്ട്.
വേലക്കാരി ചാടിപ്പോയാൽ അമ്മാമ്മയുടെ കാര്യം കട്ടപ്പോക കയ്യോടെ പിടിച്ചോണം സ്വോത്രം. സകല മക്കളും പോയി UK 16-18 ലക്ഷമായിട്ട് എല്ലാം പോയി സ്വോത്രം. അങ്ങനെയെങ്കിൽ 12-ൽ 1 പോവും. ഇന്ന് പോയി, അതിൻ്റെ പേരാ ബ്രിട്ടൻ. ഇനി 11. ഇപ്പം ലോകരാജ്യങ്ങൾ പറയുന്നു ജർമ്മനി പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും, 10 കൊമ്പ്. അടുത്ത മോൻ വായിച്ചോട്ടെ. 7 തലയും 7 തല കൊമ്പുകളിൽ. ഇറ്റലിയുടെ ടൈബർ നദീ തീരമാ 7 തല. പുറകെ ഞാൻ വായിക്കും. ക്യാപിറ്റോളിൽ, പാലിറ്റേലിൽ, അവൻ്റെ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കൊലൻ, 7 മല കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷിക്കുന്ന സ്ഥലം. അതേ ലാൻഡി ക്രൈസ്റ്റ്. അടുത്തത് വായിച്ചോട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 യൂറോപ്യൻ രാജ്യങ്ങളോട് 10 രാജ്യങ്ങൾ ചേരും. അമേരിക്കയുടെ കസ്റ്റഡിയിൽ നിന്ന് പലരും പോകും. സഖാവ് പിണറായി വിജയൻ ഒറ്റയ്ക്കല്ല, വാസവൻ ചേട്ടനുണ്ട്, രാജീവുണ്ട്, വീണ ജോർജ് ഉണ്ട്. അങ്ങനെ 10 രാജ്യങ്ങൾ, 10 മന്ത്രിമാർ ഈ പിണറായി സഖാവിൻ്റെ കൂടെ ഉള്ളതുപോലെ 10 രാജ്യങ്ങൾ യൂറോപ്പിനോട് ചേരും. ഏകലോക ഭരണം. വായിച്ചാട്ടെ. തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ. ആത്മീയമന്ന ബൈബിൾ കോളേജ് ഇരിക്കുന്ന പോലെ കേട്ടോണം. അടുത്ത വാക്ക്. സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനത്തിന്റെ ഇടയിൽ നിന്നൊരു ഭരണാധികാരി എഴുന്നേറ്റ് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും വരുമെന്ന്. ആ വാക്ക് മാറ്റല്ലേ. ഒരാൾ വന്നേ പറ്റൂ. പറഞ്ഞു തരാം. ഇന്നത്തെ കലാപം, ഇന്നത്തെ പനികൾ, ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യം, റഷ്യ ഉക്രൈൻ, അത് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ സമാധാനം, ഇതെല്ലാം വരണം. യഹൂദനാലയമില്ല. ഇതെല്ലാം ഭരിച്ച് ശരിയാക്കണമെങ്കിൽ ഒരുവൻ വരണം. ഇനി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇന്ത്യയുടെ ധനമന്ത്രിയാണ് തമിഴ്നാട്ടുകാരി നിർമ്മലാ സീതാരാമൻ. ഭയങ്കര ക്ലവർ, നല്ല ബുദ്ധിജീവിയാണ് അവർ കഴിഞ്ഞ ദിവസം 2023 G20 ഉച്ചകോടി നടക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകം ഒരുവൻ ഭരിച്ചെങ്കിലേ രക്ഷപ്പെടത്തോള്. പറഞ്ഞത് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അതിൻ്റെ മലയാളമായ ഏകലോക ഭരണം. ഞാൻ കണ്ട മൃഗം. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. എല്ലാവരും കേട്ടോണെ. ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ ഫിലിപ്പിന്റെ മകൻ തകർന്നു പോയി. ആ ഗ്രീസ് സപ്പോർട്ട് കൊടുക്കും ഈ മൃഗത്തിന്. അടുത്തത്. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. ഇന്നത്തെ ഇറാൻ, പഴയ ഇറാൻ, ദാര്യാവേശം കോരശും. ഇന്ന് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇറാൻ എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കും. അടുത്തത്. സിംഹത്തിന്റെ വായ് പോലെയും. സിംഹമുഖമായി ഇന്നത്തെ ഇറാഖ്. അവിടെ നിൽക്കട്ടെ. കളിക്കാവളയിൽ വൈകിട്ട് കാവൽ നിന്ന SI വിൻസെന്റിന്റെ കഴുത്തറത്ത IS നേതാക്കൾ ഇന്ന് ഇറാഖിലുണ്ട്. അവർ എതിർ ക്രിസ്തുവിന് ഭരണത്തിന് വഴിയൊരുക്കും. അടുത്ത വാക്ക്. അതിന് മഹാസർപ്പം. ഇന്നത്തെ മഹാസർപ്പം ഉലകത്തെ സാത്താൻ പിടിച്ചിരിക്കുക. ആദ്യം ഏതെങ്കിലും ഒരു കൊച്ചു കുടുംബത്തെയാണ് പിടിച്ചിരിക്കുന്നത്. അത് വെറും പാമ്പെന്നാ എഴുതിയത്. പക്ഷെ വെളിപ്പാടിൽ വന്നപ്പോൾ കണ്ടോ മഹാസർപ്പം. ഉലകത്തെ മുഴുവൻ പിടിച്ച മഹാസർപ്പം. വായിച്ചട്ടെ. വലിയ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. സിംഹാസനവും കൊടുത്തു. മസിൽ പവർ, മണി പവർ, ക്രൗൺ പവർ. കൂടെ വായിക്കാം. ഈ മൃഗം ആര് കാണും, എവിടുന്ന് വരും? അടുത്ത വാക്ക് പിടിച്ചെടുത്താട്ടെ. ബൈബിൾ കുഞ്ഞുങ്ങൾ വേറെടുത്താണ്. വെളിപ്പാട് 17:8-9 വാക്യങ്ങൾ. യോഹന്നാനോട് വീണ്ടും സ്വർഗം പറയുന്നു. വെളിപ്പാട് 17:8-9 വാക്യങ്ങൾ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുന്ന ഒരു മൃഗം വരാൻ പോകുന്നു. അടുത്ത വാക്ക്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേര് എഴുതാതിരിക്കുന്ന. ഈ വാക്ക് ബൈബിളിൽ അപ്പച്ചമാരും അമ്മച്ചിമാരും എല്ലാം എടുത്തേക്കണേ. ജീവപുസ്തകത്തിൽ പേരെഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതിയവർ എവിടെ പോവും? കരം ഉയരുന്നില്ലല്ലോ. കാന്തന്റെ വരവിൽ പോവും. അതുകൊണ്ട് ആ പള്ളി രജിസ്റ്റർ എഴുതിയിട്ട് കാര്യമില്ല. ഇത് കർത്താവിന് നേരെ അറിയാം. ജീവപുസ്തകമാണ് ഞങ്ങളുടെ തന്നിരുന്നത്. ഞങ്ങൾ കവർ എഴുതി അപ്പോഴേ പേരെഴുതിയാണ്. സ്വോത്രം. അതുകൊണ്ടാണ് CSIയുടെ പെന്തിക്കോസിൽ ഒറ്റ കോട്ടേഴ്സ് വെക്കാഞ്ഞ്. കർത്താവിന് ഇതറിയാം. അതുകൊണ്ടാണ് നമ്മളിവിടെ രക്ഷയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിൽ പേർ ചേർത്തപ്പെടും. അതിൻ്റെ പേരാ ജീവപുസ്തകം. ഇനി സ്ത്രീ ഇരിക്കുന്ന തല 7 മല. അടുത്ത വായിച്ചാട്ടെ. അടുത്ത വാക്കുകൂടെ ഒന്ന് വായിച്ചാട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. ആരംഭം. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അതാ വെളിപ്പാട് 13:1-2 ഇപ്പോൾ വായിച്ച. ഇനി കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം. അതാ ഇറ്റലിയുടെ ടൈബർ നദീ തീരം 7 മല. ക്യാപിറ്റോളിൻ, പാലിറ്റേലിൻ, അവൻ്റെൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. കമ്പ്യൂട്ടറിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭരണം എപ്പോൾ വരും? ബൈബിളിൽ 2 പ്രവചന ഭാഗം വളരെ കാൽപ്പനികമായ പ്രവചനമാണ്. ഒന്ന് വെളിപ്പാട് പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ കിടക്കുമ്പോൾ 22-404 വാക്യങ്ങളുമാണ്. അതാ വെളിപ്പാട്. എന്നാൽ പഴയ നിയമത്തിൽ ഒരു വെളിപ്പാടുണ്ട് 27. ദാനിയേൽ പ്രവചനം 12 അധ്യായം
357 വാക്യം. അതിനകത്ത് ദാനിയേലിനോട് സ്വർഗം പറയുന്നു ഒരു ഭരണം ലോകത്തിൽ വരും. പിന്നെ ചേട്ടൻ വായിക്കണം ദാനിയേൽ പ്രവചനം 8, 23, 24, 25 വാക്യങ്ങൾ. ദാനിയേൽ 8, 23, 24, 25 വാക്യം. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവിടെ നിൽക്കട്ടെ, മാറ്റല്ലേ. ലോകഭരണം ഇതാ നെബൂഖദ്നേസർ കണ്ട ദർശനം. ദാനിയേൽ 7 തൊടാൻ സമയമില്ല, നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. 1 ബാബേൽ നെബൂഖദ്നേസർ, 2 നെഞ്ചും കൈയും ദാര്യാവേശം കോരശും, വായിൽ 3 വാരിയല്, ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ, ലോകരാജ്യങ്ങൾ. 3 താണ്ടെ ഗ്രീസിലെ അറ്റക്കൊമ്പൻ അലക്സാണ്ടർ, അവന് 4 കമാൻഡർ, ലിസിമാക്കസ്, സെലൂക്കസ്, കസാന്തസ്, ടോളമി. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഐതിഹ്യ കാലം വരുമ്പോൾ റോമിൻ്റെ ഭരണമാ, ഇരുമ്പ് ഭരണം, തൊട, തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം. അത് കഴിഞ്ഞിട്ട് തൊട ഇരുമ്പ്, അത് കഴിഞ്ഞ് താഴെയാ ഇരുമ്പും കളിമണ്ണും ജനാധിപത്യ ഭരണം. അത് കഴിയുമ്പോൾ കാലിൻ്റെ 10 വിരൽ പോലെ 10 കൊമ്പോട് കൂടി എതിർ ക്രിസ്തുവിൻ്റെ ഭരണം കരമുയർത്തുന്നവർക്കായി. ഇതാ ലോകം ഒരുവന്റെ കയ്യിലേക്ക്. അതാ വെളിപ്പാട് 10 കൊമ്പ്. ദാനിയേൽ. ഇനി അടുത്ത വാക്യം. അവന്റെ അധികാരം വലുതായിരിക്കും. ലോകം ഒരുവൻ ഭരിക്കും. ദാണ്ടെ ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവൻ ഭരിക്കും, അവന്റെ അധികാരം വലുതായിരിക്കും. അടുത്ത വാക്യം. സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാം വണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. സകല വിശുദ്ധന്മാരെയും അവൻ കൊല്ലാൻ വരും. അങ്ങനെയെങ്കിൽ ഇനി എല്ലാവരും കേൾക്കണം. 262 രാജ്യം, ലോകം, 7 ഭൂഖണ്ഡം, 6500 ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ. ഇവരെ ഇത്രയും പേരെ എങ്ങനെ ലോകത്തെ ഭരിക്കാൻ ഒരുവനെ കണ്ടു കഴിയും? കുറേ പേർ കാന്തൻ്റെ വരവിലെടുക്കപ്പെടും. ലോകമഹായുദ്ധത്തിൽ കുറച്ച് പേര് മരിക്കും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്നവരെ ഭരിക്കുവാൻ ഒരേക ലോകഭരണം വരും. അങ്ങനെയെങ്കിൽ ആ ഭരണം വരണമെങ്കിൽ ഇവിടെ ഒരു നെറ്റ് വരണം. ഏതാ നെറ്റ്? നമ്മുടെ എള്ളുവിളയിലെ സിസിലി ചേച്ചി കിണറ്റിൻ്റെ മേളിൽ ഇടുന്ന വലയല്ല. ആ നെറ്റിൻ്റെ പേരാ ഇൻ്റർനെറ്റ്, കരമുയർത്തുന്നവർക്കായി. ഇനിയാ ബൈബിളും മൊബൈലിലേക്ക് പോവുക. എന്താ നെറ്റിൻ്റെ പ്രത്യേകത? കമ്പ്യൂട്ടറും ബൈബിളും. എല്ലാവരും കേട്ടാട്ടെ. 1945 കമ്പ്യൂട്ടറിൻ്റെ 1ാമത്തെ പതിപ്പ് P1, അത് അമേരിക്കയിൽ വന്നത്. 261 P2 അമേരിക്ക, 371 അമേരിക്ക, 4 1987 ഇവിടെ എല്ലാം വന്നു. അത് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത. വലിയ പെട്ടി, നമ്മുടെ ഇതാണ്ട് ഡൈനാടെക്കിൻ്റെ പെട്ടി പോലെ വേറെ 2 ഇവിടുത്തെ അജയകുമാർ പാസ്റ്റർ അന്നൊരു കമ്പ്യൂട്ടർ മേടിക്കാൻ പോയിരുന്നത് പെട്ടിയാട്ടോയിൽ പോകണം, ഇതെല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട്. സ്വോത്രം. ഇതായിരുന്നു കമ്പ്യൂട്ടർ. അതിൻ്റെ പ്രത്യേകത CD റോം, നമ്മൾ ഈ ഇടുന്ന CD പോലെ അതിട്ടിട്ടാണ് ചെയ്യുന്നത്. 87 ആദ്യമായിട്ട് ബാങ്കിൽ വന്നില്ല. ആദ്യം ഈ പ്ലെയിൻ കാർ എടുത്തു. എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ വഴി SMS നോക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവർ ബുക്കിംഗ് തുടങ്ങിയത്. ഓൺലൈൻ അല്ല, SMS നോക്കുമായിരുന്നു. അങ്ങനായിരുന്നു 87. പക്ഷേ ഇന്ന് കാലം മാറി, ഇന്ന് കഥ മാറി. ഇന്ന് കമ്പ്യൂട്ടർ എന്തായി? ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന ഒരു ബാഗ്, ഭിത്തിയിൽ ഒരു ചെകുത്താൻ്റെ കണക്ക് 2 മുള്ള്, ഒരു പെട്ടി, എല്ലാം ശരിയാവും കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ പേരാ 1G, 2G, 3G, 4G. ഇപ്പം കാരക്കോണത്ത് 5G. വീട്ടിലിരുന്ന ലോകം വിരൽ തുമ്പിൽ ദാ കിട്ടാൻ പോന്നോ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സമം ബൈബിൾ. കമ്പ്യൂട്ടർ 666. അതിനാസ്പദമായി കേട്ടോണേ, ഇന്ന് രാത്രി കമ്പ്യൂട്ടറിനകത്ത് ഏത് പ്രോഗ്രാം ചെയ്യണമെങ്കിലും അവർ പറയുന്നൊരു കാര്യമുണ്ട്, www വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ ലാപ്ടോപ്പ് മേടിച്ച് മൊബൈൽ മേടിച്ച് ഞങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ അതിനകത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഏതൊക്കെ കാള്, ഫേസ്ബുക്ക് കാള്, മെസ്സഞ്ചർ കാള്, അത് കഴിഞ്ഞ് ട്വിറ്റർ കാള്, അത് കഴിഞ്ഞ് വാട്സപ്പ് കാള്, എല്ലാ കാളും വിളിച്ച് മുഖാമുഖം കാണാം. പക്ഷേ കാലം മാറി, കഥ മാറി. ചെറുപ്പക്കാരെല്ലാം ശ്രദ്ധിക്കണം. 5G ഇനി ഇന്ത്യയിൽ മുഴുവൻ വന്നാൽ ഇനി റിങ് ഹലോ പറയണ്ട. BSNL BSNL സംസാരിക്കുമ്പോൾ ക്യാമറ ഓണാക്കിയാൽ HD ക്ലൗഡ്, മനുഷ്യൻ മുഖാമുഖം കാണാം. ഫേസ്ബുക്കും വേണ്ട, മെസ്സഞ്ചറും വേണ്ട, ട്വിറ്ററും വേണ്ട, വാട്സപ്പും വേണ്ട. നിങ്ങൾ ഒരാൾ കോൾ ചെയ്യുമ്പോൾ 2 നെറ്റ്വർക്ക്, 5G എങ്കിൽ റിലയൻസ് ആയിക്കോട്ടെ, ജിയോ ആയിക്കോട്ടെ, BSNL എങ്കിൽ നിങ്ങളുടെ ടച്ച് ഫോണിനകത്ത് കോള് വരുമ്പോൾ ക്യാമറ ഓണാക്കിയാൽ
ഒരു നെറ്റിൻ്റെ സഹായമില്ലാതെ മുഖാമുഖം കാണാം. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം റിലയൻസ് പറഞ്ഞു 100 HD ക്ലൗഡ്, ഒരു മൊബൈൽ, ഒരു നെറ്റിനകത്ത് 100 GB മലയാളം, ലോകം വിരൽ തുമ്പിൽ മനസ്സിലാകുന്നവർക്കായി. കാരക്കോണത്ത് നിൽക്കുന്ന വ്യക്തിയെ അമേരിക്കയിലിരിക്കുന്ന വ്യക്തിക്ക് ഒരു ഗതിവിഗതിയില്ലാതെ തങ്ങളിൽ കാണാം. മെസ്സഞ്ചർ വേണ്ട, വാട്സപ്പ് വേണ്ട, 5G വന്നാൽ നെറ്റ്വർക്ക് വിത്ത് HD ക്ലൗഡ് അവിടുത്തെ മൊബൈൽ കമ്പനിയായിട്ട് ചേർന്നാൽ മനുഷ്യൻ മുഖാമുഖം കാണും. അതാ ബൈബിളും കമ്പ്യൂട്ടറും. ഇനി കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത കേട്ടോണേ. WWW അത് യഹൂദൻ്റെ അക്ഷരമാല. നമ്മുടെ മലയാളം A1, B2, C3, D4, E5. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാലയിൽ എന്താ പ്രത്യേകത? ഓരോ അക്കത്തിനും 6ൻ്റെ നമ്പരാണ്. A6, B12, C18, D24, E30, F36. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത COMPUTER. അതിന് 6ൻ്റെ വില കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. C18, O90, M78, P96, U126, T120, E30, 608 666. ഇനി യഹൂദൻ്റെ 6 പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ സങ്കീർത്തനം ഇരിപ്പുണ്ട്, 119 സങ്കീർത്തനം. അതിൻ്റെ ഓരോ പാരഗ്രാഫ് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 23ാമത്തെ അക്ഷരം W. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. 119ാമത് സങ്കീർത്തനത്തിൻ്റെ 6ാമത് തലക്കെട്ട് തുടങ്ങുന്നത് ആലേഫ്, 2 ദാലത്ത്, 3 ജീമേൽ, 6ൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വൗ! 666ൻ്റെ തുടക്കം W. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി WWW ബൈബിളും കമ്പ്യൂട്ടറും ഇപ്പോൾ നടക്കുന്ന പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പോവുക. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുമോ? ബൈബിളിനകത്ത് WW ഉണ്ടോ? വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 13ൻ്റെ 3, 4, 5, 6, 7 വാക്യങ്ങൾ. ബൈബിൾ റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ WW വായിച്ചട്ടെ. അതിന്റെ തലകളിൽ ഒന്ന് മരണകാരണമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. ഒന്ന് മരണകരമായ മുറിവിന്റെ ഇംഗ്ലീഷ് വൂണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവൻ സിറിയ എന്ന് വരും, പുറകെ വായിക്കും വൂണ്ട്. അടുത്ത വാക്ക് അതിന്റെ മരണകാരണമായ മുറിവ് പുറത്തുപോയി. അടുത്തത് സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ സിറിയ. ഈ യുദ്ധം തീരുമ്പോൾ ഒരുവൻ എഴുന്നേറ്റ് വരും സമാധാനത്തിൻ്റെ വെള്ളക്കൊടിയുമായി. അതാ യുദ്ധമൊന്നും തീരാത്ത ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ. അടുത്ത വാക്ക് മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അതിശയം. രണ്ടാമത്തത് 1 വൂണ്ട്, 2 ആ മൃഗം അതിശയമുള്ളതായിരുന്നു, അതിൻ്റെ പേരാ വണ്ടർഫുൾ, വിസ്മയിക്കും. 3 മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരത്തിൻ്റെ മലയാളം ആരാധന, അതിൻ്റെ പേരാ വർഷിപ്പ്. 3 W ആയി. വൂണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്. അടുത്ത വാക്ക് വായിക്കാം. മൃഗത്തോട് തുല്യൻ ആർ അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. അടുത്ത വാക്ക് വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതാ ഇന്നത്തെ ഗൂഗിൾ. ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ചത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് സാത്താൻ്റെ കയ്യിലെത്തും, ലോകത്തോട് സംസാരിക്കും. പണ്ട് ഉദയംകുളങ്ങര വന്ന് ധനുവച്ചപുരം പോകാൻ വഴിപരികയ്ക്കുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കണം. ഇന്ന് മൊബൈലിനോട് ചോദിച്ച് GPS പറഞ്ഞാൽ കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ കാർ അവൻ കൊണ്ട് നിർത്തിത്തരും. ഗൂഗിൾ. ക്ലിയറായോ? ഇപ്പം 4 W. 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 വേഡ്. 5ാമത്തതാ അന്തിമ യുദ്ധം. അതിന്റെ വാക്ക് വായിക്കാം. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരം ലഭിച്ചു. കൃപായുഗം തീർന്നാൽ ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ 4 യുഗമുണ്ട്. 1 ഉപദ്രവം, 2 മഹോപദ്രവം, 3 1000 ആണ്ട് വാഴ്ച, 4 നിത്യയുഗങ്ങൾ. അടുത്ത 3.5 വർഷത്തെ കാര്യമാ 42 മാസം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. പിശാച് ആരാ? ബോഷ്കും അവന്റെ അപ്പനും. അടുത്തതാ 3 കാര്യം ഇതിനകത്തുണ്ട്. വിശുദ്ധന്മാരോട് വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. അവിടെ നിൽക്കട്ടെ പിന്നിച്ചേട്ടാ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും? ഉറക്കെ പറ മക്കളെ. നല്ല ശൗരി. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് ചുറുചുറുക്കോടെ പറയണം. സ്വോത്രം. വാർ. 5ാമത്തെ W. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ. ആൻറ്റി ക്രൈസ്റ്റ് റിലേറ്റഡ് ടു ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 13. വൂണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേഡ്, വാർ.
3 കാര്യം ഇപ്പം നടക്കുക. അതാ ഒന്നാമത്തെ പ്രസംഗം. പുറകെ ഇന്റർനെറ്റ് മർഡർ. 3 മനുഷ്യൻ മരിക്കാൻ കൊതിക്കും. അത് പറയുമ്പോൾ രാത്രി അവസാനിക്കും. എവിടൊക്കെ അധികാരം? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ. വായിച്ചാട്ടെ. യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിനധികാരം ലഭിച്ചു. എവിടെ? വായിച്ചാട്ട്. സകല ഗോത്രത്തിന്മേലും. ബൈബിൾ ഉള്ളൊരു ഇതാ ഇന്നത്തെ പ്രസംഗം. സകല ഗോത്രത്തിന്മേലും, വംശത്തിന്മേലും, ഭാഷമേലും, ജാതിമേലും അധികാരം ലഭിച്ചു. ഇതാ കിടക്കുന്ന 3 സ്ഥലത്ത് അന്തിക്രിസ്തുവിന് അധികാരം വരാൻ പോന്നു. ഇനി എല്ലാവരും നോക്കണം. ഒരു ഭരണം വരുന്നതിനും വിട്ട് മതത്തെ പിടിക്കും. അതിനാസ്പദമായി ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ പാസ്റ്റർമാരെയും കാണും, അച്ഛന്മാരെയും കാണും, അരമനകളിലും പോകും. സ്വോത്രം. അതുപോലെ എതിർക്രിസ്തു വരുന്നതിന് മുമ്പ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കണ്ടോണം, ക്ലിയർ ആക്കിക്കോണം. ഇതാ കാണുന്നു. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഇറാഖിലെത്തി. അതിൻ്റെ പേരാ മഗദിയാം ബാബിലോൺ. ഇനി തോലടി വരുമ്പോൾ അത് പ്രസംഗിക്കാൻ ട്രേഡ് ബാബിലോൺ. വലിയ പ്രസംഗം 2 ദിവസം വേണം. അതുകൊണ്ട് അതെടുക്കാത്തത്. വ്യാപാര ബാബിലോൺ. ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഇദ്ദേഹം ഒന്നുമല്ല അന്തിക്രിസ്തു. ദാണ്ടേ രണ്ടാമത്തെ കാര്യം ഇതാ കിടക്കുന്നു. സ്തോത്രം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദമയമായി കൈ കൊടുക്കുന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. 3 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആരുമായി കൈ കൊടുക്കുന്നു? തുർക്കിയിലെ ഇമാമുമായി നിസ്കരിക്കുന്നു. അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. പക്ഷെ കാലം മാറി ഇവർ ഐക്യമാകുന്നു. 4 ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ ഏകലോക മതം. ഇതിൻ്റെ പേര് എക്യൂമെനിക്കൽ കോൺക്ലേവ്. അത് കഴിഞ്ഞ് പാത്രിക് സഭയുടെ ഏറ്റവും വലിയ പുള്ളി സിറിൽ മാർ ബസേലിയോസ് കത്തോലിക്ക സഭ പരമാധ്യക്ഷനുമായി കൈ കൊടുക്കുന്നു. ഒരു ഭരണം വരുന്നതിൻ്റെ മുഖാന്തരം. അടുത്തത് നിങ്ങൾക്ക് കാണാം. അടുത്ത ഏതാണ്ട് രാജകീയം ഊഷ്മളം. ഇതാ കിടക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ വന്നു. അബുദാബിയിൽ വന്നിട്ട് അവിടുത്തെ ഷേഖുമാർക്ക് കൈ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ് നമ്മൾ അബ്രഹാമിൻ്റെ മക്കള്, നമ്മൾ ഒരുമിക്കണം. ഇനിയുള്ള കാര്യം, ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ എങ്കേ ഇരിക്കത് അവർക്കിട്ട് കൂപ്പിട്ടാൽ മതി. ഇതാ കിടക്കുന്നു. അബുദാബിയിൽ 3 ആലയങ്ങൾ, ഒരു കോമ്പൗണ്ടിൽ. ഇസ്ലാമിൻ്റെ മസ്ജിദ്, യഹൂദൻ്റെ സിനഗോഗ്, ക്രൈസ്തവരുടെ പള്ളി. ഇത് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുന്നോടിയാണ്. അബുദാബിയിൽ ഇപ്പോൾ ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ വന്നെങ്കിൽ താമസം വിന ഇസ്രയേലിനകത്ത് സകല രാജ്യങ്ങളെയും കയ്യൊപ്പോടുകൂടി യഹൂദന് വേണ്ടി ഒരു സിനഗോഗ് വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ആലയം ഭൂമിക്കകത്തുണ്ടാകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യഹൂദൻ്റെ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന മണവാട്ടി സഭ. അതാ ഇസ്രായേൽ ഹമാസ് തീരാത്തത്. യഹൂദൻ്റെ ആലയത്തിലെ ഇത് തീരത്തോള്. കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്ക്. നാഥൻ വരാറായി. തീടുന്നില്ല. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കേട്ടോണേ. ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ദാണ്ട് ആരുമായിട്ട് മോഡി സാറുമായിട്ട് കൈ കൊടുക്കുന്നു. മോഡി സാർ പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങ് യഥാർത്ഥ പിതാവാണ്, പ്രാർത്ഥിക്കണം. നല്ല കാര്യമല്ലേ? സ്വോത്രം. ഇനി എന്തോ വേണം? ഈ ഒരു കമ്പനിയാ നാട്ടുകാർ കേൾക്കണം, രാഷ്ട്രീയക്കാർ ഇവിടെ ഉള്ളവർ കേൾക്കണം. ഈ ഒരു കമ്പനിയാ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. കേട്ടോണേ. പാവപ്പെട്ട സുരേഷ് ഗോപി വിചാരിച്ച് 20,000 വോട്ടേ കിട്ടുമെന്ന്. പക്ഷേ എണ്ണം വന്നപ്പോൾ 75,000 കഴിഞ്ഞു. സ്വോത്രം. പൂരം കലങ്ങിയതൊന്നുമല്ല. കത്തോലിക്ക സഭക്കാർ ബുദ്ധിയുള്ളവരാ. മോഡി സാറിനോട് നേരത്തെ പറഞ്ഞു, ഞങ്ങളൊരു പാലമിട്ടാൽ നിങ്ങളും ഒരു പാലമിടണം. കേട്ടോണം ബാക്കി. സ്വോത്രം. അപ്പം പുള്ളി ജയിച്ചപ്പോൾ നമ്മുടെ സുരേന്ദ്രൻ ചേട്ടനും അറിഞ്ഞില്ല, തിരുവനന്തപുരത്തെ BJPക്കാരും അറിഞ്ഞില്ല. പാലയിലുള്ള റോമൻ കത്തോലിക്കനായ ജോർജ് കുര്യനെ കൊണ്ടുപോയി കേന്ദ്രസഭയിൽ മന്ത്രിസഭയിൽ മന്ത്രിയാക്കി. ദിൽവാലെ ദുൽഗന്യൻ ലേ ജായെങ്കിൽ മണ്ണും ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടുപോയി. സ്വോത്രം. സുരേന്ദ്രനും അറിഞ്ഞില്ല, കാരക്കോണത്തെ BJPക്കാരും അറിഞ്ഞില്ല. അല്ലാതെ അജിത് കുമാർ പോയി പൂരം കലക്കിയാലൊന്നും തൃശ്ശൂരിൽ കേൾക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ശക്തനെ പ്രസംഗിച്ചിട്ട് വന്ന സ്വോത്രം. കത്തോലിക്ക സഭയുടെ വോട്ട് മാറിയതാ. സ്വോത്രം. അതുകൊണ്ടാണ് മോഡി സാറ് ഇവിടുത്തെ BJPക്കാർ ഒരെണ്ണം അറിഞ്ഞില്ലല്ലോ. ജോർജ് കുര്യൻ ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ മോഡി സാറ് പറഞ്ഞു, കുപ്പായോട്ട് ഡൽഹിയിലോട്ട് വരെ നിങ്ങൾ മന്ത്രിയാന്ന്. സ്വോത്രം. അങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോഴാ. അത് കത്തോലിക്ക സഭ ഇട്ട പാലമാണ്. പെന്തിക്കോസുകാരന് CSIക്കാരന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല. തൃശ്ശൂർ അവർ പറഞ്ഞാൽ പള്ളി
അച്ഛനും തിരുമേനും പറയും ഒന്ന് കുത്തിയാക്കാൻ പറഞ്ഞാൽ അല്ലേലുയാ ഓശന അവർ ചെയ്തോളൂ സ്വോത്രം. മനസ്സിലാക്കിയ ലത്തീൻകാരുടെ കാര്യം അതുകൊണ്ടാണ്. അതാ ജോർജ് കുര്യൻ മന്ത്രിയായത്. അല്ലാതെ പൂരം കലക്കിക്കൊണ്ടൊന്നും അല്ല സുരേഷ് ഗോപി ജയിച്ച ക്ലിയറാ. ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. സ്വോത്രം. ഇനി കത്തോലിക്ക സഭ പരമാധ്യക്ഷ ഇവിടെ വരും, നോക്കിക്കോണം. ദാണ്ടേ ഇന്ന് രാത്രി നാം ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിയൂടെ കണ്ടോ, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം 27 കോടി മുസ്ലിമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇന്തോനേഷ്യയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 12 ദിവസമായി ഇപ്പോഴാണ് മടങ്ങിയത്. എന്തിനു വേണ്ടി? ഒരേകലോക ഭരണം വരാറായി. ബാക്കി കണ്ടോ, മത ഏകീകരണത്തിനായി മത ഏകീകരണത്തിനായി മത നേതാക്കൾ ഒരുമിക്കുന്നു. ഇതാ കിടക്കുന്നു. ആരാ ഈ ഫോട്ടോയ്ക്കകത്ത്? യോഗം കഴിഞ്ഞ് വീഡിയോ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. ആരൊക്കെയുണ്ട്? കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ, മാതാ അമൃതാനന്ദമയി, പ്രകാശാനന്ദ, ഭൂമി വിറ്റ കോലഞ്ചേരി, ആലഞ്ചേരി, സകലയുണ്ടോ ഒരു കൂടാരത്തി. അതുകൊണ്ടെല്ലാം വത്തിക്കാനി പോന്നേ. ഒരു സഭയും കുറ്റം പറയല്ല. പക്ഷേ ഇതിനകത്ത് 5 പേരില്ല. 1 പെന്തിക്കോസ്, 2 ബ്രദറ്, 3 CSI, 4 മാർത്തോമ, 5 ഇവാഞ്ചലിക്കൽ. ഇവരെ ആരെയും കാണാറില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇതുവരെ കവർ വന്നില്ല. മിണ്ടുന്നില്ലല്ലോ സ്വോത്രം. എന്ന് ഞങ്ങൾക്ക് ഓഫർ വരുന്നു. ഓഫറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സഹോദരങ്ങൾക്ക് സന്തോഷമില്ല. പണ്ട് ഓണം എന്തായിരുന്നു? ആദ്യ ഊഞ്ഞാൽ, പിന്നെ ഉപ്പേരി, 3:30 ഉറിയടി. ഇതെല്ലാവരും നമ്മ ഓണം. ഇന്നത്തെ ഓണം എന്താ? 1 രൂപയ്ക്ക് സാരി, 5 രൂപയ്ക്ക് ഫ്രിഡ്ജ്, 1000 രൂപയ്ക്ക് കാറ്, വഴിയാധാരമായ ആധാറുമായിട്ട് വരൂ. ഓഫർ ഓഫർ ഓഫർ. സ്വോത്രം. പാച്ച ഓണം പോയി. ഇപ്പോൾ ഓണം എന്ന് പറയുന്ന കടക്കാരെ സന്തോഷിക്കുന്ന ഞങ്ങളുടെ ഓഫറായി. സ്വോത്രം. അതുപോലെ എന്ന് ഞങ്ങൾക്ക് ഓഫർ കിട്ടും അന്ന് ഞങ്ങൾ അവിടെ ചെല്ലും. കാന്തനും മധ്യാകാശത്തിൽ വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ. 1, 2 എല്ലാവരും കേട്ടോ, ഭരണകൂടങ്ങൾ തകരുന്നു. പണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടത്തില്ലയോ, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു, പ്രാക്കളെ പോലെ നാം പറന്നിടുമേ. സ്വോത്രം. ഇന്ന് പെന്തിക്കോസുകാരുടെ പാട്ടെല്ലാം പോയില്ലയോ? ഇന്നത്തെ കുന്നത്തുകാലിലെയും വെള്ളറുടെയും പാട്ട്, മാരിൽ ചാരിയിട എല്ലാം. സ്വോത്രം. ആര്യനാട്ടി അവർ കൺവെൻഷന് പോയി. ഒരുത്തൻ 15 മിനിറ്റ് പാടുക മാറിൽ ചാരിയിടാൻ. എനിക്കെല്ലാ പാട്ടും അറിയാം. ഞാൻ പറഞ്ഞു, ഇപ്പം നീ സ്റ്റേജിൽ കൂടെ പറയണം ആരാരെ മാറി ചാരുമെന്ന് മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞു. സ്വോത്രം. പണ്ടത്തെ പാട്ടുകൾ എത്ര നല്ല പാട്ട്. കഴിഞ്ഞ ദിവസം നെടുങ്ങാടപ്പള്ളി CSI കൺവെൻഷൻ പാടി. എല്ലാവരും കേൾക്കണം. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. അജയകുമാർ പാഷേ, ഒരു വല്യപ്പച്ചൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാം, കുഞ്ഞെ 20 കൊല്ലമായി ഈ പാട്ട് പാടിയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെന്ന്. എൻ പ്രിയ രക്ഷകൻ CSI പാടി നെടുങ്ങാടപ്പള്ളി. എല്ലാവരും കൈയടിച്ച്. സ്വോത്രം. ഒരപ്പച്ചൻ പറയും 20 കൊല്ലമായെന്ന്. അതെല്ലാം പോയില്ലയോ? ഇന്ന് ചക്ക മാറും, കൊട്ട മാറും. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാർ വേറെയും പാടുന്നു. ഇപ്പോൾ റെക്കോർഡ് ഇടുന്നത്. ഇന്നാൾ എവിടെ കൺവെൻഷൻ പോയി പറയാം, പാലാപ്പള്ളി, തിരുപ്പള്ളി എന്ന്. സ്വോത്രം. ബാക്കി രാക്കുളിരി ഞാൻ പറയുന്നില്ല. സ്വോത്രം. എല്ലാത്തിനെയും ദൈവം ശരിയാക്കും. പണ്ട് കുഞ്ഞുങ്ങൾ പാടുന്നു, ഒലുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ വരവിനായി. എത്ര നല്ല പാട്ടാ. പഴയ പാട്ട് പാടുമ്പോൾ ഒരു ആശ്വാസം അമ്മാമേ. 5 ലക്ഷം ലോട്ടറി അടിക്കുന്നതല്ല, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. ആ പാട്ടൊക്കെ അങ്ങോട്ട് പാടുമ്പോൾ ഹൃദയത്തിനകത്ത് എന്താ ആശ്വാസം. ഇന്നത്തെ പാട്ട് കുഴപ്പമൊന്നുമല്ല. എഴുതിയവനും വിവരമില്ല, പാടുന്നവർക്കും വിവരമില്ല. സ്വോത്രം. അങ്ങ് പാടുമല്ലയോ. സ്വോത്രം. എന്തൊരു നല്ല ഭരണകൂടങ്ങൾ തകരും. കുഞ്ഞുങ്ങൾ കേൾക്കണം. ഇന്ന് നടക്കുന്നത് 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം തകർന്നു. അൾജീരിയ, ടുണീഷ്യ, അവിടുന്ന് വന്നു യമൻ കലാപം, സിറിയ കലാപം. ലിബിയയിലെ പ്രസിഡന്റിന് കേണൽ ഗദ്ദാഫിയെ പൈപ്പിട്ട് വെടിവെച്ചു വന്നു. ജോർദാനിലെ ഹുസൈൻ രാജാവ് കരഞ്ഞുപോയി. ഹോസ്നി മുബാറക്ക് ഈജിപ്റ്റ്, അവനെയും വരെ ഭരണകൂടം തകർന്നു. കോവിഡിൽ ഒന്ന് ഒതുങ്ങിയിരുന്നതാ. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട കാഴ്ച. കരമുയർത്തണം. ബംഗ്ലാദേശിൽ ഭരണകൂടം തകർന്നു. കരമുയർത്തുന്നവർക്കായി ഷേഖ് ഹസീന ഇന്ത്യ ചപ്പാത്തി എണ്ണുന്നു. ഇപ്പൊ കുഞ്ഞുങ്ങൾ പറഞ്ഞ കാര്യം ശരിയല്ലയോ? ഭരണകൂടങ്ങൾ തകരുന്നു. ക്ലിയർ ആയില്ലയോ? 3 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ അവൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും. അതിനാസ്പദമായി ഒരു കാര്യം കൂടെ പറയാം. ജനം ഇളകുന്നു. എവിടെ തുടങ്ങി ജനത്തിൻ്റെ ഇളക്കം? നിങ്ങളോട് പറയാം. ഇതും 2009 ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ വന്നത്. കരം ഉയരുന്നില്ലല്ലോ അമ്മാമ്മ. സ്വോത്രം. അന്ന് തൊട്ട് കർത്താവിൻ്റെ വരവാ. ചിക്കൻ ഗുനിയ വന്ന 2009. ഇന്ന് രാത്രി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഓടിപ്പോവാം. ആദ്യം അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ റോഡിലിളകി. അത് കഴിഞ്ഞിട്ട് ചൈനയിൽ കുഞ്ഞുങ്ങൾ ഇളകി. നിങ്ങളുടെ പിള്ളേർ ഗൾഫിൽ കാശ് കിട്ടാഞ്ഞ് റോഡിൽ സമരം തുടങ്ങി.
ഡൽഹിയിൽ ഒരപ്പച്ചൻ കയറി വിസിലടിച്ചു. അപ്പച്ചൻ്റെ പാർട്ടി ഇന്നുകൊണ്ട് അണ്ണാ ഹസാരയുടെ, അതാ കേജ്രിവാൾ. സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്ത ചിഹ്നം ചൂല് ചിഹ്നവും കൂടുണ്ട്. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി. ആ യാത്ര ഇവിടം വരെ സകല സ്ഥലത്തും സമരം. നമ്മുടെ VSDP-ക്കാർ മെറ്റർ ഇരുന്ന് സമരം, കിടന്ന് സമരം, നിലവിളി സമരം. ഇപ്പം അവരുടെ സമരം എന്തോ തടഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്വോത്രം അവിടെ കേട്ട് സ്വോത്രം. അവരുടെ സമരം എല്ലാം തീർന്നു. സ്വോത്രം VSDP-യുടെ സ്വോത്രം. അത് കഴിഞ്ഞ് നിലവിളി സമരം. അത് കഴിഞ്ഞിട്ട് എന്നാലും ബാക്കിയുള്ളവർ പള്ളി പിടിക്കാൻ സമരം. സ്വോത്രം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പള്ളിയുടെ കുരിശടി അവൻ്റെ തലയിൽ വീഴും. സ്വോത്രം കർത്താവ് വീഴ്ത്തപ്പോൾ പള്ളി പിടിക്കാൻ സമരം. പ്രസംഗം കേൾക്കുന്ന അനവധി ഹൈന്ദവ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്റർ ഇവർക്ക് ഉള്ള പള്ളിയിലെങ്ങാനും പോയി മുട്ടുമടക്കി കൂടെ ഇത് പിടിച്ച് പോകുമെന്ന്. സ്വോത്രം ഞാൻ പറഞ്ഞ സൗരങ്ങളെ വിഷമിക്കാര്, അവരെല്ലാം ഭജനം കേട്ടുകൊണ്ടിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പറഞ്ഞത് 80% ഹൈന്ദവ സഹോദരങ്ങളുടെ വീട്ടിലും ബൈബിൾ ഉണ്ടെന്ന്. സ്വോത്രം കോവിഡിന് ശേഷം അവർ വായിച്ചുകൊണ്ടിരിക്കുക. അവർക്കറിയാം. സ്വോത്രം കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയ്ക്കടുത്ത് ഈ കണക്കെഴുന്ന ഒരു ജ്യോതിഷം എന്നെ വിളിച്ചിട്ട് പറയാം, പാസ്റ്റർ ഞങ്ങളുടെ ജ്യോതിഷമൊന്നും ശരിയല്ല, ബൈബിളിലെ എല്ലാ കാര്യവും റെഡിയായി വരുവാന്ന്. സ്വോത്രം പുള്ളി കൊല്ലങ്ങളായിട്ട് 15 കൊല്ലമായിട്ട് ബൈബിൾ വായിക്കുവാന്ന്. സ്വോത്രം പുള്ളി പറയാം ബൈബിളിലെ കാര്യം ക്ലിയറാന്ന്. നല്ല ജ്യോതിഷൻ, കുറ്റം പറയുമല്ല. അവരെല്ലാം വായിക്കുക, പള്ളി പിടിക്കുന്നവൻ. അത് കഴിഞ്ഞിട്ട് എന്താ അവസാനമായി ഈ ദിവസങ്ങൾ കേൾക്കണം. ഞാൻ ഇടുക്കി CSI സ്ഥിരം പ്രസംഗിച്ചുകൊണ്ടിരുന്നതാണ്. വെള്ളറുടെ ആറാട്ടുകുടിയും ബദേൽപുരവും ഒക്കെ പ്രസംഗിച്ച ഒരു പരിവായപ്പോഴാണ് CSIയിലെ ചില ആൾക്കാർ ഞങ്ങളെപ്പോലുള്ളവർ ഒതുക്കിയവരെല്ലാം ഇപ്പം കർത്താവ് ഒതുക്കി. സ്വോത്രം ഈ പള്ളിക്ക് ഈ മണി മതി നിൽക്കട്ടെ. സ്വോത്രം അങ്ങനെ ഇടുക്കി മേഖലയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. കൊന്നത്തടി CSI ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ പെമ്പിളെ ഒരുമയെന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടായിരുന്നു, അത് നടത്തുന്നൊരു ഗോമതി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. അച്ഛൻ പറഞ്ഞു പാസ്റ്റർ കാണണോ? ഞാൻ പറഞ്ഞു കാണണം. അപ്പോൾ അവരുടെ ഒരു പള്ളി ശാന്തമ്പാറയ്ക്കകത്ത് ഗോമതി സൗരിയുടെ വീട്ടിൻ്റെ അടുത്തുണ്ട്. അവിടുത്തെ അച്ഛനെ വിളിച്ചു. അപ്പോൾ ഗോമതി സൗരിയോട് പറഞ്ഞു ഒരു ഊളിയക്കാരന് കാണണമെന്നുണ്ടെന്ന്. ആ സൗരി പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാനും അവിടുത്തെ അച്ഛനും ഒരു ഡീക്കനൂടെ 3 പേര് കാറിൽ പോയി. അവിടെ ചെന്ന് ശാന്തമ്പാറ എന്ന അച്ഛനെയും കൂട്ടി 4 പേരും ഗോമതി സിസ്റ്റർ വീട്ടിൽ ചെന്ന് ഒരു ചെറിയ വീട്. അവിടെ ചെന്ന് അച്ഛൻ പറഞ്ഞു ഊളിയക്കാരൻ വന്നിരിക്കുന്നത്. ഞാൻ അവർ തമിഴ് സംസാരിക്കുന്നത്. അപ്പം അവരെന്നോട് ചോദിച്ച് ഊളിയക്കാരെ എതുക്ക് വന്നത്? ഞാൻ പറഞ്ഞു സിസ്റ്ററെ വേറൊന്നിനുമല്ല വന്നത്, സിസ്റ്റർ അരുമയാന ഒരു സമരം നടത്തി ഞങ്ങളുടെയൊക്കെ ചങ്ക് തകർന്ന് 3000 പെൺകൊച്ചുങ്ങൾ റോഡിലിറക്കി. ഉടനെ സിസ്റ്റർ ചോദിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങൾക്കെന്താ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സംശയമുള്ളു, കൺവെൻഷന് ശിവകാശിയിൽ നിന്ന് 1 ലക്ഷം രൂപയുടെ പോസ്റ്റർ അടിച്ചാലും 500 പേരെ കിട്ടത്തില്ല. സഹോദരി എങ്ങനെ 3000 പേരെ റോഡിലിറക്കി? സഹോദരി എഴുന്നേറ്റ് പറയാ, അയ്യാ ഇതുക്ക് മേലെ ഞാൻ ഒരു വാട്സപ്പ് പോട്ടാ 5000 പെൺകുളന്ത പിന്നെ 3 ഇറങ്ങുമെന്ന്. സ്വോത്രം ഞാൻ ഒരു വാട്സപ്പ് അടിച്ചാൽ 3000 അല്ല 5000 ഇറങ്ങുമെന്ന്. കോമതി സഹോദരി സ്വോത്രം അന്നല്ലയോ സ്വോത്രം നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ കോമതി സഹോദരിയുടെ സമരത്തിൽ ചെന്ന് നിങ്ങൾ കണ്ടില്ലയോ? അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സ്വോത്രം എത്ര വയസ്സുണ്ട്? 102 വയസ്സുണ്ട്. സ്വോത്രം ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാരെല്ലാം പോയി. രണ്ടാമത് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പം പുള്ളി പറഞ്ഞെന്ന് പറയുന്നതായിട്ട് ഇവരെല്ലാം പരിപ്പോടെ തിന്നിട്ടേ ഞാൻ പോകുമെന്ന്. കരമുയർത്തുന്നവർക്കായി മനഞ്ഞാന്ന് ചതയത്തിൻ്റെ അന്ന് നല്ല വെർമസലി അപ്പച്ചൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം എല്ലാവരെയും പരിപ്പോടെ നിന്നിട്ടേ പോകത്തുള്ളൂ. സ്വോത്രം കണ്ടില്ലയോ? പറഞ്ഞ പോലെ സംഭവിച്ചില്ലയോ? കോടിയേരി പോയി, പിന്നെ സീതാറാം യെച്ചൂരി പോയി, ലോറൻസ് സഖാവ് പോയി. ഇനി ഇവിടുത്തെ സഖാക്കന്മാരെയും പരിപ്പോടെ മുഖ്യവാറും പുള്ളി തിന്നും. സ്വോത്രം അവിടം വരെ നിന്നാൽ മതി. പുള്ളിയല്ലയോ പറഞ്ഞത് സുവിശേഷ പ്രസംഗം? കാരക്കോണത്ത് ആര് പറഞ്ഞു? ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ ചാകാത്ത പുഴു. സ്വോത്രം അപ്പച്ചൻ അത് സുവിശേഷ പ്രസംഗം പറഞ്ഞേ വളരെ ക്ലിയർ. അങ്ങനെയെങ്കിൽ അടുത്തത് എവിടാ? ഡൽഹിയിലെ കർഷക സമരം. കരമുയർത്തുന്നവർക്കായി 14 സംസ്ഥാനങ്ങളിലുള്ളവർ ഹരിയാനയിലും അംബാലയിലും സിംഗൂലും കരമുയർത്തി സമരത്തിൽ വന്നെങ്കിൽ ഇന്ന് രാത്രി എള്ളുവള കൺവെൻഷനിൽ ഇരിക്കുന്ന ദൈവമക്കൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം. 1 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ലോകം ചുറ്റുന്നു. 2 ബംഗ്ലാദേശിലെ ഷേഖ് ഹസീന വീണു. കർഷകർ ഡൽഹിയെ വിറപ്പിച്ചെങ്കിൽ ജനമിളകുന്നു. ബൈബിൾ പ്രവചനം ശരിയായോ അച്ചായ? ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് കരമുയർത്തുന്നവർക്കായി ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്ക്. ഈ ജാതികളുടെ ഇടക്കത്തിൻ്റെ നടുവിൽ സകല ജാതികളുടെയും മനോഹര വസ്തു വരും.
യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSIയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന കരമുയർത്തുന്നവർക്ക് ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രി വീട്ടിനകത്തോ റോഡിനകത്തോ തെരുക്കോണിനകത്തോ ഓൺലൈനിലോ ഞങ്ങളുടെ അവസാന രാത്രി കൺവെൻഷൻ കേൾക്കുന്ന ചെറുപ്പക്കാരി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് ഒരു കുഞ്ഞാട് പരമയാഗമായെന്ന് അവന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ഇന്ന് രാത്രി ആര് കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്, ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്ക്. എൻ്റെ കാന്തൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്ക്. എള്ളുവളേ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുക. ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം.